ഡോക്ടർ MP മണി. പ്രമേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം പ്രമേഹ രോഗികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നാം ലോക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പ്രമേഹ രോഗികൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ആഗോളതലത്തിൽ ഒരുപാട് പുതിയ അറിവുകൾ ഇതിനെ പ്രസിദ്ധീകരിക്കും. ഇത് നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രമേഹത്തെക്കുറിച്ച് ഏറ്റവും പുതുതായി വന്ന ഒരറിവിൽ പറയുന്ന കാര്യം വളരെ സിമ്പിളാണ്, രസകരമാണ്. അത് പറയുന്ന ഇങ്ങനെയാണ്: എവിഡൻസ് ഷോസ് ദാറ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ റെഡ്യൂസിങ് ഫാറ്റ് ഇൻ ദ ലിവർ ആൻഡ് പാൻക്രിയാസ്. ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഫാറ്റി ലിവർ കുട്ടികളിൽ പോലും ഒരുപാട് പേര് കണ്ടുവരുന്നുണ്ട്. ഒരുപാട് കുട്ടികളിൽ ഫാറ്റി ലിവറുണ്ട്. ഈ പൊണ്ണത്തടി പ്രമേഹം ഉണ്ടാകാൻ കാരണമാണ് നമ്മൾ നേരത്തെ ശാസ്ത്രം പറയാറുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷേ ഈ ലിവറിൽ അടിഞ്ഞു കൂടുന്ന, പാൻക്രിയാസിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിൻ്റെ ശേഖരം കൊണ്ടായിരിക്കാം ഒരുപാട് പേർ പ്രമേഹ രോഗികളായി മാറുന്നത്. ഇതൊരു പുതിയ വിവരമാണെങ്കിൽ പോലും ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. കാരണം ഈ കൊഴുപ്പിൻ്റെ ശേഖരം കുറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശാസ്ത്രീയമായി ക്രമീകരിച്ച ഒരു ആഹാരം, ആ ആഹാരശീലം, കൃത്യമായി വ്യായാമം ചെയ്യുക, അപ്പോൾ തന്നെ ഈ കൊഴുപ്പിൻ്റെ ശേഖരം കുറയും. അതൊന്ന് ചാർട്ട് ചെയ്താൽ മതി. അത് ഡോക്ടറെ എങ്ങനെ വേണമെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു തരും വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യ ചികിത്സയിൽ, നമ്മുടെ അഷ്ടാംഗത്തിൽ അല്ലെങ്കിൽ ആയുർവേദ പുസ്തകങ്ങളിൽ പറയാത്ത കുറേ പാരമ്പര്യമായ അറിവുകൾ കൈമാറി വന്ന ഒരുപാട് അറിവുകളുണ്ട് കേരളത്തിൽ. ആ കാര്യത്തിൽ കേരളം അതിസമ്പന്നമാണ്. പിന്നെ ഈ പാരമ്പര്യ ചികിത്സാ രീതികളിലൂടെ കിട്ടിയ അറിവിന് പുറമെ ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഇതായ ഒരുപാട് അറിവുകളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പാരമ്പര്യമായി കൈമാറി വന്ന അറിവുകൾ, അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സയിൽ പറയുന്ന ഒരു അറിവ്, അതാണിപ്പോൾ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ കൊന്ന വേര്, കൊന്ന വയറിളകുന്നൊരു സംഭവമാണ്. കൊന്നയുടെ വേരും തൊലിയൊക്കെ ഈ അങ്ങനെ പോകുമ്പോൾ തന്നെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ശേഖരം കുറയാനുള്ള സാധ്യതയുണ്ട്. അത് പാരമ്പര്യ ചികിത്സയിൽ പറയുന്ന ഈ ഔഷധ യോഗത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: കൊന്ന വേരിലെ തൊലി, നെല്ലിക്കാത്തോട്, അമൃത്, മുത്തങ്ങക്കിഴങ്ങ് ഇവ കൊണ്ടുള്ള കഷായം കുടിച്ചാൽ പ്രമേഹം മാറും എന്ന് മാത്രമല്ല, ഈ പ്രമേഹ രോഗികൾ ഒരുപാട് പേര് പറയാറുണ്ട് മൂത്രമൊഴിച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ഊറൽ കാണുന്നുണ്ട്, അതും ഇല്ലാതാകുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ ആയുർവേദ പുസ്തകങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പാരമ്പര്യമായി കൈമാറി വന്ന അറിവുകളിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ചികിത്സയ്ക്ക് ഒരുപാട് ലളിതമായ കുറേ ഔഷധ പ്രയോഗങ്ങളുണ്ട്. നമ്മുടെ സർക്കാരുകൾ ഇത്തരം യോഗ അല്ലെങ്കിൽ അറിവുകൾ കണ്ടെത്തി അത് ഒരു റിസർച്ച് പ്രോജക്റ്റാക്കി മാറ്റണം. നമ്മുടെ ആയുർവേദ കോളേജ് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും നടത്തണം. അപ്പോഴാണ് ആയുർവേദം ഈ പുരോഗതിയിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ഇൻ്റർനാഷണൽ തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ ആരോഗ്യ സർവകലാശാല വന്നുകൊണ്ട് വൈദ്യശാസ്ത്രം മുന്നോട്ട് പോവില്ല. വൈദ്യശാസ്ത്ര രംഗത്ത് വേണ്ടത് ഏറ്റവും പുതിയ അറിവുകൾ പഠിക്കുകയും അത് പരീക്ഷണസിദ്ധമായി തെളിയിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണം. അപ്പോഴാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രമേഹ രോഗി വന്നാൽ പ്രമേഹത്തിന് ഏതൊക്കെ കമ്പനികൾ ഉണ്ടാക്കി ഗുണനിലവാരം പറയുന്ന മരുന്നുകൾ കുറിച്ച് കൊടുക്കുന്ന ഒരു പ്രവണതയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇത് മാറണം. അപ്പോൾ ഇത് ഏറ്റവും പുതിയ അറിവാണ്. പബ്ലിഷ് ചെയ്തിട്ട് അധികം ദിവസമായിട്ടില്ല. അതായത് കരളിനും പാൻക്രിയാസിനും അടിച്ചുകൂടി കിടക്കുന്ന കൊഴുപ്പിൻ്റെ ശേഖരം കുറയ്ക്കലാണ് ചികിത്സയുടെ ആരംഭം വേണ്ടത്. അപ്പോൾ ജനങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ അറിയണം. അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് മരുന്നുകളെ മാത്രം കേന്ദ്രീകരിച്ചാകരുത് എന്നാണ് പറയാറുള്ളത്.